ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. അങ്ങനെ നമ്മൾ ട്രെയിന് വന്ന് ഇറങ്ങിയത് എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ ഹരിദ്വാറിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോകണം. റൂം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് ഏതെങ്കിലും റിക്ഷ കിട്ടുകയാണെങ്കിൽ നമ്മൾ നേരെ റൂമിലേക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ നടക്കേണ്ട ദൂരേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ റൂമിലേക്ക്. പക്ഷെ നമുക്ക് അങ്ങനെ വഴി അറിയില്ല. അപ്പോൾ വഴി അറിയാതെ കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു റിക്ഷ എടുത്തിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു റിക്ഷ നമ്മൾ വിളിച്ചു. ഇനി ഈ ഒരു റിക്ഷയിൽ കയറി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇതാണ് നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ താമസിക്കാൻ പോകുന്ന ഗസ്റ്റ് ഹൗസ് എത്തി. ഹോട്ടലല്ല, നമ്മളൊരു ഗസ്റ്റ് ഹൗസ് പോലത്തെ ആ ഒരു സ്ഥലത്താണ് താമസിക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയാണ്. നമ്മളെ റൂമിൻ്റെ മുന്നിലുള്ള ഒരു സ്പേസ് ആയിട്ട് നല്ല തുറന്നൊരു സ്ഥലമാണിത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. റൂമിലെത്തി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇപ്പോൾ ഇവിടെ ഫുള്ള് ഇതൊരു അമ്പലത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ ആയതുകൊണ്ട് ഫുള്ള് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. നല്ല വിശപ്പുള്ളത് കൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ റൊട്ടി സബ്ജിയാണ് കഴിച്ചിട്ടുണ്ടായത്. നോക്കത് അടിപൊളി സീൻ കാണിച്ചത്. അങ്ങനെ നമ്മൾ നടന്നെത്തിയത് ഗംഗയുടെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഗംഗാ നദീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒഴുക്കാണ്. അപ്പോൾ ഈ ഗംഗേൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ശിവലിംഗമുണ്ട്. അപ്പോൾ ആൾക്കാർ അവിടുന്ന് ഗംഗയിൽ മുങ്ങിക്കഴിഞ്ഞ് ആ ശിവലിംഗത്തിലും ഒന്ന് തൊഴുതിട്ടാണ് തിരിച്ചു പോകുന്നത്. നമ്മളവിടെ കുറച്ച് സമയം ഇരുന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനും. നല്ല സീനറിയാണ് കാണാനൊക്കെ വേണ്ടി. ഇവിടെയൊക്കെ ഇപ്പം നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് പുറത്ത് ഏത് ഉച്ച സമയത്താണെങ്കിലും ഇറങ്ങി നടക്കുമ്പം ആ ഒരു ചൂടൊക്കെ കൊള്ളുമ്പോൾ നല്ല സുഖമാണ്. നമ്മളിങ്ങനെ ഈ ഒരു ബ്രിഡ്ജിലേക്കൂടെ നമ്മളിങ്ങനെ നടന്ന് ഗംഗാ നദിയൊക്കെ നോക്കി നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് സമയം ഇതിലെയൊക്കെ ഇങ്ങനെ നടന്നു. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ബൈ ബൈ.